Hi, hello, welcome back to day 5, 30-day study plan of laboratory assistant 10th mains examinations. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ നമ്മുടെ മൊത്തത്തിൽ കാലാവസ്ഥയൊന്നും പെട്ടെന്ന് ചേഞ്ച് ആയില്ലേ. കാലവർഷം ഇത്തവണ നേരത്തെ എത്തി. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഹെൽത്ത് കണ്ടീഷനെ വളരെയധികം ബാധിക്കും. പെട്ടെന്നൊരു ക്ലൈമാറ്റിക് ചേഞ്ചാണ്. ഇപ്പോൾ എല്ലായിടത്തും കോൾഡ്, പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്കും ചെറിയ തോതിലൊരു കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. കോവിഡ് എല്ലാം സ്പ്രെഡ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് നല്ല പ്രിക്കോഷൻ എടുക്കുക കേട്ടോ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആക്കി വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാമിനേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എല്ലാവരുടെയും കമൻസ് ഞാൻ കണ്ടു. ഒരുപാട് അധികമുണ്ട് പഠിക്കാനായിട്ട്, പഠിച്ചെത്തുന്നില്ല. ശരിയാണ്, ഒരുപാട് ടോപ്പിക്കുകളുണ്ട്, ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മളുടെ മുന്നിലുള്ളത് ഇനി എത്ര ദിവസമുണ്ട്? ഇനി 25 ഡേയ്സേ ഉള്ളൂ അല്ലേ. അത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമാണ്. അപ്പോൾ ഇത്ര അധികം പഠിക്കാതെ നമ്മൾ എങ്ങനെ ഈ ടോപ്പിക്സ് കവർ ചെയ്ത് പോകും? എങ്ങനെ എക്സാം എഴുതും? പക്ഷേ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ടൈം ടേബിൾ ഇട്ട് പോവുക. നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ടൈം ടേബിൾ ഇട്ട് പോകുന്നത് കൊണ്ടും കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, ഈ 4 ടോപ്പിക്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മളത് അങ്ങനെ തന്നെ കൊണ്ടുപോകും. ഹോട്ട് ടോപ്പിക്സിൽ SCERT കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു പഠനം നമുക്ക് ചെയ്യാം. എന്നാൽ SCERTയിൽ ഇൻക്ലൂഡ് അല്ലാത്തതും പഠിക്കേണ്ടതുമായിട്ടുള്ള ചില ടോപ്പിക്കുകളുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്ക് എന്ന ആ ഒരു പ്ലേ ലിസ്റ്റിൽ ഞാൻ എന്നും 2 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ ഭാഗത്ത് അപ്ലോഡ് ചെയ്ത് തരാം. അത് നിങ്ങൾ ഡെയിലി അത് കാണാനായിട്ട് ശ്രമിക്കുക. ആ ടോപ്പിക്ക് ചിലപ്പോൾ ടൈം ടേബിളിൽ ഉണ്ടാവില്ല എങ്കിൽ കൂടിയിട്ടും അതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏതാണോ അത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നാളെ ഡേ 5 ആണ്. ഡേ 5-ൽ നിങ്ങൾക്കൊരു റിലാക്സേഷൻ പോലെ, മീൻസ് റിലാക്സേഷൻ വെച്ചാൽ പഠിക്കേണ്ട എന്നല്ല ഉദ്ദേശിച്ചത്. ഇതുവരെ പെൻഡിങ് ആയിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഏരിയയിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കംപ്ലീറ്റ് ടിൽ ഡേ 5, അതായത് ഡേ 1 മുതൽ ഡേ 4 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നീ വിഭാഗത്തിലെ ടോപ്പിക്കുകൾ ഏതെങ്കിലും ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ജാനുവരി 2025 മുതൽ ഏപ്രിൽ 2025 വരെ കംപ്ലീറ്റ് ചെയ്തു. അത് നിങ്ങൾ റിവൈസ് ചെയ്യുക, അതിലെ പെൻഡിങ് ടോപ്പിക്സ് തീർക്കുക. ഇനി SCERT ഹോട്ട് ചാപ്റ്റേഴ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് നമ്മൾ പഠിക്കാൻ വിചാരിക്കുന്ന ഭാഗം. അതിൽ ന്യൂ SCERTയിൽ ഒരു 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മളുടെ പഴയ SCERT ആണെങ്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററിൽ എല്ലാ ഭാഗങ്ങളും, അതായത് ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, അതെല്ലാം കൂടി ഒറ്റൊരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടായിരുന്നു നമുക്ക് ഓൾഡ് SCERTയിൽ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ന്യൂ SCERTയിലേക്ക് വരുമ്പോൾ നമുക്കതെല്ലാം സെപ്പറേറ്റ് ഓരോ ചാപ്റ്റേഴ്സായിട്ട് തന്നിട്ടുണ്ട്. അതായത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പാകത്തിന് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂ SCERT ക്ലാസ് 9 പാർട്ട് 1ൽ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് വിശാല സമതല ഭൂവിൽ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഇത് രണ്ടും പഠിക്കുക. നല്ല കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 2 ചാപ്റ്റേഴ്സാണ്. ലോകത്തിൻ്റെ നെറുകയിൽ, വിശാല സമതല ഭൂവിൽ, ഇത് രണ്ടും പഠിക്കുക. അതോടൊപ്പം അന്തരീക്ഷ പാളികൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹോട്ട് ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ പഠിക്കാം. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആക്കി വയ്ക്കാം. ഈ ഒരു അന്തരീക്ഷ പാളികൾ എന്ന ടോപ്പിക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഡേ 5-ൽ വരുന്ന ടോപ്പിക്സ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡേ 5-ൽ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇത്ര കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുക. അതായത് എനിക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, എനിക്കിനി ഇത്രയും പെൻഡിങ് ആണ്, അങ്ങനെ പറയാതെ ഞാൻ ഇത്ര കംപ്ലീറ്റ് ചെയ്തു മിസ്സേ, എനിക്ക് ഇത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നൊരു കോൺഫിഡൻസോട് കൂടി പറയുക. അപ്പം നമ്മളറിയാതെ നമ്മളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഓക്കെ, അല്ലാതെ എപ്പോഴും നെഗറ്റീവായിട്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ, എനിക്ക് ഇനിയും കുറേ കംപ്ലീറ്റ് ചെയ്യാണ്ട്, എനിക്ക് ടൈം ടേബിളേ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പറയാതെ ഇത്രയും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊന്ന് നിങ്ങളുടെ പ്രോഗ്രസ് കമൻറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക.
ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ആക്കി വയ്ക്കുക ഫർദർ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.